അങ്ങനെ കാത്തിരുന്ന ദിവസം എത്തി. നാളെ ഞങ്ങൾ നാട്ടിൽ പോവാണ്. വീട്ടില് അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല നാളെയാ വരുന്നതെന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇത് പോകുന്നതിന് തലേദിവസം കല്യാണി സ്കൂളിൽ നിന്ന് വന്ന വീഡിയോ ആണേ. നല്ല മഴയുണ്ടായിരുന്നു. അപ്പൊ ആള് ചെറുതായിട്ട് മഴയത്ത് ഇറങ്ങിയ വീഡിയോ അമ്മ എടുത്തിട്ടിരുന്നതാണ്. അപ്പൊ നിങ്ങൾ ദിവസം, അതായത് 13-ാം തീയതി ജനുവരി 13 രാവിലെ ഇറങ്ങി, എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ നാട്ടിൽ പോകുന്നതിൻ്റെ നല്ല സന്തോഷത്തിലാണ്. ചുമ മാറിയിട്ടില്ല. എനിക്ക് ഡിസംബർ, എനിക്കൊന്ന് ക്രിസ്മസിൻ്റെ ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തൊരു ചുമയായിരുന്നു. എത്ര ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഒരു മാറ്റവും ഇല്ലായിരുന്നു. സൗണ്ട് എല്ലാം പോയി. പിന്നെ ചുമയായിരുന്നു. നമ്മൾ നാട്ടിൽ പോകുന്നതിന് തലേ ദിവസം പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുക്കുകയൊക്കെ ചെയ്ത്, ഇല്ലെങ്കിൽ ഫ്ലൈറ്റിലിരുന്ന് ചുമച്ചൊരു പരുവാകുമല്ലോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തിയപ്പോഴത്തേക്ക് കല്യാണി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഒരു 7 മണി 6:30 മണി ടൈമിൽ ഇറങ്ങിയത്. അപ്പോൾ ആളവിടെ ചെന്നപ്പോഴേ പറഞ്ഞു, പപ്പ സാൻഡ്വിച്ച് വേണം. അതിനാണ് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞ് ആളി നടക്കണത്. അവിടെ സാൻഡ്വിച്ച് കണ്ട് എനിക്ക് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വഴക്കുണ്ടാക്കണത് ഫുള്ള്. എന്ത് മേടിക്കാൻ പോവാ? കല്ലു അങ്ങനെ സാൻഡ്വിച്ച് ഒക്കെ വാങ്ങി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകാൻ തുടങ്ങി. ഫ്ലൈറ്റിലേക്ക് കയറാൻ പോയപ്പോഴത്തേക്ക് നിറയെ ഫ്ലൈറ്റുകളോടെ ലാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാം അടുത്ത് കണ്ടപ്പോൾ എന്നാ ഭംഗിയായിരുന്നു. അങ്ങനെ മനസ്സിൽ ഫുള്ള് നാട്ടിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും, രാത്രിയാവും എത്താനേ, അമ്മ ഡോറ് തുറക്കുമോ, ഇനി അമ്മ ഫോൺ വിളിച്ചാൽ ആ ടൈമിൽ എടുക്കുമോ, ആ എല്ലാ ഫുൾ ചിന്തകളായിരുന്നു മനസ്സിൽ ഫുൾ ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ കല്യാണി ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു കല്യാണി ഫ്ലൈറ്റ് ഇങ്ങനെ ഇത്രയും അടുത്ത് നേരി കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു ആളിങ്ങനെ നാട്ടിൽ പോവും, അമ്മമ്മയെ കാണണം, ആദിക്കുട്ടനെ കാണണം, ഇതെല്ലാം പറഞ്ഞ് ഫ്ലൈറ്റ് ഇങ്ങനെ അടുത്ത് കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുന്നു. എന്താ കിട്ടിയ അത് പേപ്പർ ഒമിറ്റ് ചെയ്യാനൊക്കെ വരുവാണെങ്കിൽ ആള് ഫ്ലൈറ്റിൽ കയറിയിട്ട് ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ ചോദിക്കണം, അമ്മ അതെന്താണ്, അമ്മ ഇതെന്താണ്. എന്നിട്ട് വോമിറ്റിംഗ് ബാഗ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചോദിച്ചു, അമ്മ ഇതെന്താണ്. അപ്പം ഞാൻ പറഞ്ഞു വോമിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. വെറുതെയാണ്, അത് കണ്ടപ്പോഴത്തേക്ക് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിന് പറയണതാണ് അതെല്ലാം. അങ്ങനെ ഫ്ലൈറ്റ് എടുക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ കല്യാണി ചെവി അടയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കരയും. ചില ടൈമിലേ ഉള്ളൂ. എന്നാലും നമ്മൾ ആളുടെ ഇതൊക്കെ കവർ ചെയ്ത് വെച്ചിട്ട്, ചെവിക്ക് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ട് വെളിയിലത്തെ കാഴ്ചകൾ ഫുള്ള് വീഡിയോ എടുപ്പ് തന്നെയായിരുന്നു എനിക്ക് പണി. എന്തായാലും വലിയ ചുമയൊന്നും ഇല്ലാതെ നാട്ടിലെത്താൻ പറ്റി. നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചുമ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത്. പുറത്ത് വീഡിയോ എടുത്ത് വെറുപ്പിക്കുന്നതല്ല ഇത് കേട്ടോ. ഞാൻ എപ്പോഴും നമ്മൾ രാത്രിയിലായിരിക്കും കൂടുതലും നാട്ടിലേക്ക് പോകുന്നതും നാട്ടിൽ നിന്ന് വരുന്നതും എല്ലാം രാത്രിയിലായിരിക്കും. അപ്പോൾ പകലുള്ള കാഴ്ച അധികം അങ്ങനെ കിട്ടാറില്ല. അത് കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടേയിരുന്നത്. പിന്നെ കല്യാണി ഫ്ലൈറ്റിൽ കയറി അടങ്ങിയിരിക്കുന്ന സ്വഭാവമേ ഇല്ല. നമ്മൾ ഫ്ലൈറ്റ് എടുക്കുന്ന ടൈമിൽ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഇരുത്തണമല്ലോ, അത് ഭയങ്കര പാടാണ്. കല്യാണി അവിടെ അടങ്ങിയിരുന്നത്. ഫ്ലൈറ്റ് മുകളിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ആൾ ബെൽറ്റ് ഊരിയിട്ട് ഫുൾ അവിടെ എല്ലാം കളിയായിരുന്നു ആളുടെ മേക്കും. ആൾക്ക് പറ്റിയൊരു കമ്പനിയായിട്ട് ഒരു എയർ ഹോസ്റ്റസിനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആളുടെ കൂടെ കുറേ നേരം ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ ഇരുന്ന് കളിയായിരുന്നു ആളുടെ പണി. ഫ്ലൈറ്റ് മുകളിലെത്തി കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ഫുഡിന് വേണ്ടിയിട്ടായിരുന്നേ. ഫസ്റ്റ് ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫ്ലൈറ്റിലെ ഫുഡ്. എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ടൊക്കെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഫ്ലൈറ്റ് വന്ന ടൈമിലും പിന്നീട് ശ്രീലങ്കൻ എയർലൈൻസിൽ നാട്ടിൽ പോയ ടൈമിലുള്ള ഫുഡും, ഫസ്റ്റ് സൗദി എയർലൈൻസിലായിരുന്നു വന്നത്. അതിലെ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു എനിക്ക് ചുമയൊക്കെ ആയിട്ട് പനി ഉണ്ടായിരുന്നേക്കാം. അതുകൊണ്ട് എനിക്ക് വലിയ ടേസ്റ്റ് ഫീൽ ചെയ്തില്ലായിരുന്നു. എന്നാലും കൊള്ളായിരുന്നു കേട്ടോ.
ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണിക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കാം. ഫുഡിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഏകദേശം ഉറങ്ങാൻ വേണ്ടി കിടന്ന്. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ലായിരുന്നു. പുറത്ത് കാഴ്ച കാണാനുള്ള ഒരു ആഗ്രഹത്തിലിരുന്ന് കുറച്ചൊക്കെ കാഴ്ചകളെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിൻഡോ അവിടുത്തെ ഷട്ടർ താത്തിടേണ്ടി വന്നു. നല്ല വെയിൽ വരാൻ തുടങ്ങി. അങ്ങനെ കല്യാണി കുറച്ചേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്ത് എങ്ങനെയോ കുറച്ചേരം കിടന്നുറങ്ങി. എല്ലാവരും ഉറങ്ങി എണീറ്റു അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വിൻഡോയുടെ കർട്ടനൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ കൊച്ചി എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. മനസ്സിൽ ഫുൾ നാട്ടിലെത്തിയതിൻ്റെ ആ ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു. അങ്ങനെ ആകാശത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഫുൾ മൂണ്, അതിനെയും വീഡിയോയിലെടുത്ത്. എന്തായാലും നാട്ടിൽ വന്നതിൻ്റെ സന്തോഷമല്ലേ. അപ്പോൾ എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയ്ക്ക് സന്തോഷമായിരുന്നു നാട്ടിലെത്തിയപ്പോഴത്തേക്ക്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് കല്യാണിയോട് കുറച്ചേരൊക്കെ കളിച്ച് നിന്ന് നമ്മൾ മനുഷ്യേട്ടൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെ വിളിക്കാൻ മനുഷ്യേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, മനുഷ്യേട്ടനോട് മാത്രം പറഞ്ഞു, മനുഷ്യേട്ടൻ ഞങ്ങൾ ഇത്ര അന്തി വരുന്ന വണ്ടി കൊണ്ട് വരണം, അമ്മയോടും ചേച്ചിയോടും ഒന്നും പറയരുതെന്ന് പറഞ്ഞു. മനുഷ്യേട്ടൻ സെയിം അതുപോലെ അമ്മയോടൊന്നും പറഞ്ഞില്ല. മനുഷ്യേട്ടന് അമ്മ അന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വൈകിട്ട് അമ്പലത്തിൽ പോകാൻ വരണേന്ന് പറഞ്ഞിട്ട്. മനുഷ്യേട്ടൻ പറഞ്ഞു മനുഷ്യേട്ടനൊരു ഓട്ടോ ഉണ്ട് എറണാകുളത്തേക്ക്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു അമ്മയോട് പറഞ്ഞിരുന്നത്. എന്തായാലും അമ്മയ്ക്ക് ഡൗട്ടൊന്നും തോന്നിയില്ല, എന്ത് പറ്റിയെന്നറിയില്ല. അമ്മയൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങൾ എത്തുവാണെങ്കിൽ 13-ാം തീയതി രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആ ടൈം എത്തുമെന്നായിരുന്നു വിചാരിച്ചത്. എന്തെന്ന് വെച്ചാൽ കാരണം 14-ാം തീയതി ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ കാവടിയുടെ അന്ന് ഞാനവിടെ നാട്ടിലുണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവർക്ക് രണ്ടാൾക്കും, ചേച്ചിക്കായാലും അമ്മയ്ക്കായാലും. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ലഗേജൊക്കെ എടുത്ത് വെളിയിലിറങ്ങി. മനുഷ്യനെ വന്നു, ഞങ്ങൾ കാറിൽ ലഗേജ് എല്ലാം കയറ്റി വീട്ടിലേക്ക് പോകാം. ചെന്ന് നമുക്ക് ബെല്ലടിക്കാം. ഇനി മനു മതിൽ ചാടിക്കോളാന്നാ പറഞ്ഞേക്കുന്നത്. എൻ്റെ കെട്ടിയോൻ്റെ പേരും മനു എന്നാണ്. അപ്പം മനു എന്നോട് പറഞ്ഞു, എൻ്റെ കെട്ടിയോൻ മനു പറഞ്ഞത് നമുക്ക് അമ്മയോട് പറയണ്ട, നമുക്ക് ചെന്നിട്ട് മതിൽ ചാടാന്ന്, അമ്മ വിളിച്ചിട്ട് എണ്ണിട്ടില്ലെങ്കിൽ. അങ്ങനെ വീട്ടിൽ ചെന്നു അമ്മയോട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ്, അമ്മ അമ്മ ഗേറ്റ് തുറന്നിട്ടേക്കോ, അമ്മ അവിടെ ഒരുപാട് ആളുകളൊക്കെ പോകുന്നുണ്ടല്ലോ, എന്താ ഗേറ്റ് തുറക്കുന്നത്, ക്യാമറ നോക്കിയപ്പോൾ ഗേറ്റൊക്കെ തുറന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ വന്ന് തുറന്നില്ല, അമ്മ വന്ന് നോക്കി, അപ്പൊ വെളിയിലൊരു വണ്ടിയൊക്കെ നിൽപ്പുണ്ട്. അമ്മയ്ക്ക് ആദ്യം മനസ്സിലായില്ല ഞാനാ വന്നേന്ന്, മാസ്ക് കൊണ്ട്. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ല. അമ്മയ്ക്ക് കല്യാണിയെ കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത്. അതുറങ്ങിക്കാണോ ഇല്ലേ? അങ്ങനെ ചേച്ചി ഉറങ്ങിയില്ലെന്ന് അറിഞ്ഞ അപ്പൊ തന്നെ ചേച്ചിയും പോയി ഒപ്പിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ചെറിയ സർപ്രൈസ് ആയിരുന്നു ഇത്. ചേട്ടായിക്ക് സർപ്രൈസ് കൊടുത്തില്ലേ? അവിടെ അമ്പലത്തിൽ നിന്നാണ് ആ സൗണ്ട് വരുന്നത്. അമ്മ പറഞ്ഞത് ഫുള്ള് ഇവര് വരുന്നൊരു വാക്ക് പറഞ്ഞില്ല, 22-ാം തീയതി വരുമെന്നാ പറഞ്ഞത് എന്നൊക്കെ അമ്മ ഈ പറഞ്ഞോണ്ടിരുന്നത്. വന്നപ്പോൾ നിന്ന് ഞങ്ങൾ ആദ്യം ഒരു കോഫിയൊക്കെ കുടിച്ച് ബുള്ളറ്റ് എടുത്തിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് പോയി. അമ്പലത്തിൽ കയറിയില്ല, നമ്മൾ വെറുതെ ആ റോഡിലൂടെ ഒന്ന് ഒരു റൗണ്ട് അടിച്ച് നാട്ടിൽ വന്നതിൻ്റെ സന്തോഷമേ. അങ്ങനെ ഇത് ഞങ്ങളുടെ നാട്ടിൽ പോയതിൻ്റെ ഒരു ചെറിയ വലിയ സന്തോഷമാണ്.
നമ്മൾ ഫസ്റ്റ് അപ്പം തന്നെ ചെന്നപ്പോൾ തന്നെ ബുള്ളറ്റ് എടുത്തിട്ട് പുറത്തിറങ്ങുകയോ ചെയ്ത്. ഇതാണ് പുലിയൂരമ്പലം. 5 അമ്പലങ്ങളിൽ ഒന്നാണ്. അവിടുത്തെ കാവടിയായിരുന്നു ജനുവരി 14.